ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചാനലിൻ്റെ പേര് മൈ വ്യൂസ് കുഞ്ഞു ഹീറോ എന്നാക്കിയിട്ടുണ്ട്. നേരത്തെ കുഞ്ഞു ഹീറോ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരും ഒരു വർഷം ആകാനായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആരും അങ്ങനെ കാണലും ഇല്ല, വ്യൂസും ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല. അപ്പോൾ ഞാനൊന്ന് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണി ആയിട്ടാണ്. ഈസി ചിക്കൻ ബിരിയാണി അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചിക്കൻ ബിരിയാണി മാത്രമായിട്ട് വെക്കാൻ അത് നല്ലൊരിതാണ്. ഇന്ന് ഇപ്പോൾ ചിക്കൻ ബിരിയാണി മിക്സ് ആയിട്ടാണ്, റൈസും ചിക്കനും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിനെ വെക്കാൻ പോകുന്നത്, ഒരു നാടൻ സ്റ്റൈലിൽ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ബിരിയാണിയാണ്. കമോൺ. 2.5 ഗ്ലാസ് പൊന്നിയരി, സ്പൈസസ്, ഓയിൽ, ഗീ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സവാള, തൈര്, നാരങ്ങ നീര്, പച്ചമുളക്, സവാള, തക്കാളി, മല്ലിയില, ഇറച്ചി മുളക് തിരുമ്പി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കുക്കറിലാണ് ബിരിയാണി ഇന്ന് വെക്കാൻ പോണത്. പിള്ളേർ വരുമ്പോഴേക്കും ബിരിയാണി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്കർ ഗ്യാസ് കത്തിച്ച് വെക്കാം. എനിക്കറിയണ പോലെയാണ് കേട്ടോ ഞാൻ വെക്കണത്. അപ്പോൾ കുറച്ച് നെയ്യും അതുപോലെ തന്നെ എണ്ണയും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് അതിൻ്റെ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ 2.5 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊള്ളുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് എത്രയേ ഉള്ളൂ കുക്കറേ, കണ്ട. പിന്നെ ഞാനിങ്ങനെ ഒരു സൈഡിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം, അതാ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. അന്ന് വെച്ചത് വേറെ സിമ്പിളായിട്ട് വേറൊരു സ്റ്റൈലിലായിരുന്നു. ഇന്നിത്തിരി വേറൊരു സ്റ്റൈലിൽ നാടനായിട്ടൊരു ഇതിൽ കുക്കറൊക്കെ ഒന്ന് അടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെയ്യ് ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. എനിക്കിങ്ങനെ ഞാൻ അളവൊന്നും നോക്കിയിട്ടല്ല ഇതാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 സ്പൂൺ നെയ്യും ഒരു 4 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചൂടാക്കി വന്നിട്ടുണ്ട്. ഏട്ടനാണ് ഇതൊക്കെ അരിയാൻ ഹെൽപ്പ് ചെയ്തിട്ട് ഇനി അത് പറയാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അരിഞ്ഞത് വേറൊരു ടൈപ്പിലാണ്. അങ്ങനെ പൊട്ടാറ്റോ ഒക്കെ മേടിക്കില്ല നമ്മൾ, അതിൻ്റെ ഒരു ടൈപ്പിലാണ്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, വാടിയാൽ മതി. കുറച്ച് ഞാൻ ചിക്കനിലേക്കും കുറച്ച് ബിരിയാണിക്കും വേണ്ടിയിട്ട് എടുക്കുന്നത്. ബാക്കി ഇത്രയും ഉണ്ട്. ഒരു 2 പച്ചമുളക് ഇട്ടാ, 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ 2 പച്ചമുളക്. അത് കഴിഞ്ഞ് ഇതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ചില്ല മസാലകൾ, അത് ഒക്കെ കൂടി ഇടുകയാണ്. എല്ലാം ഇട്ടു. ഇനി എത്രയാണ് അളവെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു മല്ലിക്കൊത്ത് ഇടുന്നുണ്ട്. പുതിനയിൽ ഇല്ലാത്ത കാരണം 2 മല്ലിക്കൊത്ത്. ഇറച്ചിയും കൂടി മിക്സ് ആക്കണ കാരണം നമുക്ക് കറിവേപ്പില ഒരു 2 തരി ഇടാം. അപ്പോൾ ഇറച്ചിക്ക്
അത് കഴിഞ്ഞിട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇപ്പം മഞ്ഞൾപ്പൊടി ഒരു തുണ്ടിട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ കേട്ടാ. സ്പൂണ് ഈ സാധനം ടീസ്പൂണ്, ടേബിൾ സ്പൂണ്, സ്പൂണ് എന്നൊക്കെ പറയണ, എനിക്ക് അതൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ ഇതാ അപ്പോൾ ഇതിൽ ഒരു സ്പൂൺ കേട്ടാ. ഒരു സ്പൂണ് മല്ലിപ്പൊടി എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി. അത് കഴിഞ്ഞാൽ ഗരം മസാലയ്ക്ക് ഞങ്ങൾ സ്പൂണ് പെട്ടിയിലൊന്നും ആക്കി വെക്കാത്ത ഇങ്ങനെ ഇടുകയാണ്. നോക്കിയിട്ട് അവനവൻ്റെ ആവശ്യത്തിനുള്ളത് ഇടി നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി വെക്കാനൊക്കെ അറിയാലോ, അതുകൊണ്ട് ഞാൻ പിന്നെ കുക്കിംഗ് വീഡിയോയിലൊക്കെ എല്ലാവരും കാണും. എന്നാലും നമ്മൾക്ക് കണ്ടന്റ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ, ഫാമിലി വ്ലോഗോ കുക്കിങ്ങൊക്കെ ഇടാലോ. നമ്മൾ ചെയ്യുന്നതൊന്നും ഇടുക. അപ്പോൾ ഗരം മസാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെന്താണെന്നറിയോ, ഇത് എന്താണ് മറ്റേ തൈരാണ് കേട്ടാ. അത് എത്രയും തൈര്, അത് എന്തിനാണെന്നറിയോ, ഈ അരിയിലേക്ക് നമുക്ക് കട്ട പിടിച്ച് കിട്ടാണ്ടിരിക്കുക. എത്രയൊന്നും ഞാൻ ചിലപ്പോൾ ഇടില്ല, നോക്കിയിട്ടേ ഇടുകയുള്ളൂ. ഒരുവിധം 3/4 ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചാൽ ഒരു പൊട്ടനേ ഉള്ളൂ. നോക്കട്ടെ. ഞാൻ നാരങ്ങൻ്റെ നീര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇട്ടില്ല, എന്താ അറിയുമോ, ഇത് ഇട്ടിട്ടുണ്ടല്ലോ, നാരങ്ങയോ തൈരോ ഏതെങ്കിലും ഇട്ടാലും മതി. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ അത് ഫുള്ള് ഉപ്പ് കിട്ടാം. ഇനിയിപ്പോൾ എന്തിനാണ് വന്നിട്ട് എന്താ പറയുക, അത് എന്താണ് ഇപ്പോൾ ഒഴിക്കാത്ത പറഞ്ഞാൽ, നമ്മൾ ചിക്കനൊക്കെ ആഡ് ചെയ്ത് ചിക്കൻ ഒന്ന് സെറ്റായിട്ട് അരി ഇടുമ്പോൾ അരീൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് അരി ഒട്ടാണ്ടിരിക്കുള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കനാണ് ഇട്ടിട്ട് വേവിക്കാൻ പോകുന്നത്. ചിക്കൻ ഇട്ട് വേവിച്ച് പകുതി വേഗാകുമ്പോൾ ഞാൻ അരി ഇടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബിരിയാണി വെപ്പ് ഇങ്ങനെയാണ്. പുതിനയില ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണവും കൂടി കിട്ടി തന്നെ. അപ്പോൾ ഇതാട്ടാ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പോണു. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ഇടുകയുള്ളൂ. എന്താ പറഞ്ഞാൽ ഇത് ഇറച്ചിക്കും കൂടി കറിക്ക് വെക്കാനും കൂടിയിട്ടുള്ളതാണേ. അപ്പോൾ ഞാൻ ഇതിലത്തെ ചിക്കൻ ബിരിയാണി ആകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മാത്രം ഇട്ടിട്ട് അതൊന്ന് സെറ്റാകുമ്പോൾ അരി ഇടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമുക്ക് ഇറച്ചിക്ക് എടുക്കാം, കറിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അപ്പോൾ ആവശ്യത്തിനുള്ള ഇത് മാത്രം ഇതിലിടുകയുള്ളൂ. വലിയ എല്ല് പോലെ ഇല്ലാത്തതൊക്കെ ഇടാം. അതാകുമ്പോൾ ചോറിൽ മിക്സ് ആകുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാനില്ലല്ലോ. പിന്നെ ഒരു കാലൊക്കെ ഉണ്ട്, അത് ഇടണോ വേണ്ടിയോ എന്നിട്ടാണ് ഞാൻ അത് കറിയിൽ ഇടണം, ഇതിലിടണോ എന്നിട്ട്. അപ്പോൾ ഞാനിത് ഇടുകയാണ് കേട്ടോ. അപ്പം അത് മതി. ബാക്കി നമുക്ക് ഇറച്ചി കറിക്ക് എടുക്കാം. കാണിച്ചു തരാം. ഇറച്ചി ഇത്രയും ഇട്ടിട്ടുള്ളൂ, ഉണ്ടല്ലേ. എന്താ എനിക്ക് കിടക്കണത് നോക്ക്, നല്ല എല്ലാത്തിലും കൂടി മിക്സായിട്ട്. ഇനി ഇതിൽ കിടക്കണ ഇറച്ചി ഒന്ന് പൊട്ടൊന്ന് അരവേവായിട്ട് നമുക്ക് അരി ഇടാം. അത് അരവേവാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് കറിക്കുള്ളതൊക്കെ സെറ്റാക്കാം. ഇതോടെ ഇരുന്ന് വേവട്ടെ. കുക്കറിൽ വെക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ ശ്രദ്ധിക്കേണ്ടി, പെട്ടെന്ന് അടിപ്പിടിക്കും. പിന്നെ ഇതിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇടുകയാണ് ഞാൻ. അപ്പോൾ ഉപ്പൊക്കെ അവനവൻ്റെ പാകത്തിന് നോക്കി ഇട്ടോളി. അപ്പോൾ ഞാനൊരു പൊട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചീഞ്ചട്ടിൻ്റെ അടുപ്പ് കത്തിക്കാൻ പോവാണ്. നമുക്ക് ഇറച്ചിക്കറിക്ക് ചീഞ്ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് കാര്യങ്ങൾ പിന്നെ ഓരോന്ന് കാണിച്ചു തരാം.
ഇറച്ചിക്കറി എല്ലാവർക്കും വെക്കാൻ അറിയാം. നമ്മുടെ ചാനലും കിടക്കട്ടെ ഇറച്ചിക്കറിയും ബിരിയാണി 1, 2, 3 അല്ലേ. ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നത് തന്നെ പിന്നെ അതൊരു ഇതായില്ലേ, കണ്ടന്റ് ആയില്ലേ. വെക്കുമ്പോൾ ഓരോ ഓരോ ടൈപ്പിൽ ട്രൈ ചെയ്താൽ നമുക്കൊരു കണ്ടന്റ് ആയില്ലേ. അപ്പോൾ അതാ ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിക്കാൻ പോകണം. തൊങ്ങനെയൊന്നും വേണ്ട, കുറച്ച് മതി. ഞങ്ങളുടെ പാലക്കാട്ട് ഒരു പകുതി 3/4 പേരും കടുകൊക്കെ വറുക്കും ചിലവരേ. ഞാനൊന്നും അങ്ങനെ ചെയ്യില്ല. ഞാൻ ഇത്തിരി ജീരകം കൂടും. വേണമെങ്കിൽ ഇതാ പാക്കത്തിൽ ബേ ലീഫ് നമുക്ക് ബിരിയാണിക്കിടാൻ 2 കൊടുത്തു 1 ഇട്ടുള്ളൂ. വേണമെങ്കിൽ അതിൻ്റെ പകുതി ഇത് കൂടാ. ഇറച്ചി കിടക്കട്ടെ. അപ്പോൾ ഇടയ്ക്കതൊന്ന് ഇടയ്ക്ക് വിടണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ എന്താണ് സംഭവം എന്ന് അറിയില്ല. നെയ്യാവുമ്പോൾ പെട്ടെന്ന് അപ്പോൾ ഒരു എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം, സാദാ ജീരകം. കടുകൊന്നും ഇടില്ല, അത് കാരണം ഞാൻ സാദാ ജീരകം ഇടും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേപ്പത്തിൽ ബേ ലീഫ് ഇടാം. പിന്നെ സവോളയാണ്, സാദാ പോലെ സവോള ഇടുന്നു. നോക്കിയിട്ടിരുന്ന കേട്ടോ, കൈകൊക്കെ ചേർത്ത്. ഇതെടുക്കാം, ചെറിയ കൈയിലാണ് മതി. എനിക്കിത് ഇടുമ്പോൾ അതാണ് ടെൻഷൻ. അതിൽ ഇട്ട് വെച്ചിരിക്കുന്ന കാരണം ഇതൊന്ന് വാടട്ടെ. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്നാണ്. മസാല നമുക്ക് ഇട്ടാക്കിയിട്ടുള്ള മസാലയുണ്ട്, അടിപൊളി മസാല. അപ്പോൾ പച്ചമുളക് കീറി വെച്ചത് കൂടിപ്പോയോ എന്ന് ഡൗട്ട്. എന്നാൽ ഞാൻ ഒരു പകുതി ഇടുന്നുണ്ട്. ഒരു 4 പച്ചമുളകിൻ്റെ കീറി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കൂടി ഇടാം. വേഗം ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്നിത്തിരി പെട്ടെന്ന് വാരാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടോളം ഉപ്പിടാം. ഇവിടെ കല്ലുപ്പ് കിട്ടുമോ എന്നറിയില്ല. ഞങ്ങൾ ചോദിച്ചു 1-2 കടയിൽ, അപ്പം അവിടെയൊന്നും കല്ലുപ്പില്ല. ഇനിയിപ്പോൾ ആ സമയത്തേ കല്ലുപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒത്തിരി ഉപ്പിട്ടു, കല്ലുപ്പ് അല്ല പൊടിയുപ്പിട്ടു. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഞാനിതിൽ തക്കാളി ഇട്ടില്ല കേട്ടാ. തക്കാളി ഇടണം വിചാരിച്ചിട്ട് അയ്യോ അതിന് വേണ്ടിയിട്ട് ഞാൻ നിറയെ തക്കാളിയൊക്കെ ഇട്ടു. സാരില്ല, 2 തക്കാളി നമ്മൾ ഇതിന് മേലെ കൂടി ഇടുക. അപ്പോൾ ഇറച്ചിൻ്റെ സവോള അങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാ ഞാനൊരു തുണ്ട് മല്ലിത്തലയും ഇട്ടു. പച്ചമുളകും ആ ബേ ലീഫ് കീറിയിട്ടതും സവാളയൊക്കെ ഇതങ്ങനെ വഴന്ന് വരുന്നുണ്ട്.
ഇപ്പോൾ ഉപ്പും മുളകൊക്കെ ഇറച്ചിയിൽ തിരുമ്മി വെച്ച കാരണം വലിയ സീനില്ല, ഒക്കെ കൂടി ഇങ്ങോട്ട് തട്ട് വേണ്ടുള്ളൂ. ഇതൊന്ന് വാടിയിട്ട് ഒരു തുണ്ട് ഇത്തിരി ഇതിലും കൂടി ഇത്തിരി ഉപ്പും മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് അതിടാം. അമ്മാരുടെ ഒരു എരിവും ഒക്കെ കറക്റ്റാവുള്ളൂ. അതിൽ അത്രയ്ക്ക് ഇടില്ലല്ലോ, ഇട്ടിട്ടില്ല. ഇടയിൽ കൂടെ ഇതിൽ തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതായി കിടന്ന് വേകട്ടെ. ഞാൻ എന്താ ഇടയിൽ കൂടെ ഇളക്കിപ്പോയിട്ടുണ്ട്. കുക്കറായതുകൊണ്ട് ഇളക്കാനും ഒക്കെ നമുക്ക് സാരില്ല. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിൽ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇടയിൽ കൂടെ തക്കാളി കാണുമ്പോൾ നമുക്ക് വേണ്ട തക്കാളി അതൊന്നും വേകട്ടെ. ഇറച്ചി വേകുന്നതിൻ്റെ ഇപ്പോൾ തക്കാളിയും വെന്ത് വരും. അപ്പോൾ നന്നായിട്ടുണ്ടാവും. ഉപ്പുണ്ടോ നോക്കിയിട്ടില്ല കേട്ടോ അത്ര നേരം. അടിപൊളിയായിട്ടുണ്ട് ഗ്രേവി. ഞാൻ വെറുതെ അമ്മേ ഞാൻ വെച്ചാന്ന് ആരും പറയില്ല. സൂപ്പർ. ചില സമയത്ത് ഞാൻ എന്നെ തന്നെ നെട്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതൊന്ന് വഴന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇനി കൈ പിടിച്ചു പറഞ്ഞാൽ എനിക്ക് മല്ലിപ്പൊടിൻ്റെയും മുളക് പൊടിൻ്റെയും ഒന്നും മൂടി തുറക്കാൻ കിട്ടില്ല. അപ്പോൾ പറഞ്ഞ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുവിധം അത് ഇനി വാടിയത് കണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണോ 1/2 സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഞാനൊരു 1/4-ൻ്റെയും 1/2-ൻ്റെയും ഇടയിൽ ഒരു ഇതിൽ പോലെ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടിയും എല്ലാം തിരിഞ്ഞ് വെച്ചിരിക്കണമായിരുന്നു. ഇതിലിത്തിരി ഇടുള്ളൂ. രണ്ടും കൂടി ആകുമ്പോൾ പാകമാകുമല്ലോ. ഓവറാക്കിയാൽ അമിതമായാൽ അമൃതവും എന്ന് പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ എന്താ മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഒരു സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. 1 സ്പൂണ് 1.5 സ്പൂൺ ഇടാം. ഇതാ 1 സ്പൂണ് 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതാ മല്ലിപ്പൊടി. എനിക്ക് മല്ലിപ്പൊടി അത്ര ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ഒരു 3/4 സ്പൂൺ ഇടുന്നുള്ളൂ മല്ലിപ്പൊടി ഇട്ടതാണ് നല്ല ഗ്രേവി വരിക. ഞാൻ 3/4 സ്പൂൺ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതിലും തിരുമ്മിയിട്ടുണ്ട്, പിന്നെ ഇതിലും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ആവണ്ടെന്ന്. അപ്പം അതൊന്ന് കടുകറ. അപ്പോൾ മൈക്കൊന്നും ഇല്ല, അതുകൊണ്ട് സൗണ്ട് നേരെ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. ഇനി ഗരം മസാലയും ചിക്കൻ മസാലയും. ഗരം മസാല ഞാൻ ഇങ്ങനെ തന്നെ ഇടുകയാണ്. ചിക്കൻ മസാല ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഒന്ന് ചൂടായി കിട്ടില്ല. അപ്പോൾ ഇടുന്നില്ല. ഗരം മസാല ഇട്ട് നമുക്കിനി തക്കാളി ഇടാം. ഗരം മസാല ഇട്ടു. ഇനി ഇതാ തക്കാളി ഉണ്ട്. തക്കാളി ഇടാം. സാധനം മൂടി വെച്ചിട്ടില്ല. മൂടി വെച്ചാലേ വേറില്ല. ഇതിൽ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇറച്ചിൻ്റെ തക്കാളി ഇട്ടു. കുരുമുളക് പൊടി, കുരുമുളകിൻ്റെ ഒരു രസമാണ്. കുരുമുളകിന് ജീരകം കൂടി അരച്ചിടണം. വീട്ടിലൊക്കെ അമ്മ അങ്ങനെ ചെയ്യുക. അമ്മ അങ്ങനെ ചെയ്യില്ല. നമുക്ക് അരയ്ക്കാൻ ഇത് പറ്റില്ലല്ലോ. കല്ലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ.
മിക്സിയിൽ അരക്കണമെങ്കിൽ എത്ര അരക്കണം എന്നറിയും. പൊടിച്ചിട്ട് പിന്നെ അതിനെ പേസ്റ്റ് പോലെ ആക്കണം, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് ഒരു കൂട്ടി വയ്ക്കും. ഉപ്പ് പോരാത്തവർ ഉപ്പ് ഇടുക. അപ്പോൾ പാലക്കാട്ടുകാരി ആയതുകൊണ്ട് പാലക്കാട് ഭാഷ സംസാരിച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അതാണ് ഞാൻ നിങ്ങളൊക്കെ പറയും. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. കൈ കൊണ്ടാക്കിയാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ ഈ ഗ്ലാസ് കൊണ്ടാണ് അരിയിട്ട്. അപ്പം ഈ ഗ്ലാസ് കൊണ്ട് 1 2 3 4 5 കേൾക്കട്ടെ. 4 ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം പറഞ്ഞ പോലെ ഇറച്ചിയും കൂടി ആകുമ്പോൾ സെറ്റാകും. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഇത് ഫുള്ളായിട്ട് കിട്ടിയില്ല, പകുതിയേ കിട്ടിയുള്ളൂ. അതാണ് അത്രയും കുറച്ചും കൂടി ആഡ് ചെയ്തത് വെള്ളം. അപ്പോൾ കുറേ നേരം കൊണ്ട് നമ്മൾ എന്താ പറയുക, അരി വെള്ളത്തിട്ട് വെച്ചാണ് വേഗം ആകും. അത് കാരണം ഞാൻ കഴുകി കൊണ്ട് ഒരു മണിക്കൂറായിട്ടാണ് വെള്ളമായിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ട് ഇത് അതിലിടുകയാണ്. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ നാരങ്ങൻ്റെ ഇടാം. അപ്പോൾ സെറ്റാവുമല്ലോ. നാരങ്ങൻ്റെ നീരൊരു ഒരു സ്പൂൺ ഉണ്ടാവും, നോക്കട്ടെ. ഇതുകൊണ്ട് ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഇതുകൊണ്ട് ഒരു 2 സ്പൂൺ ഉണ്ട്. 2 സ്പൂൺ ഉണ്ട്. അതുകൂടെ നമുക്ക് അരച്ച് വെക്കണം. ഇപ്പോൾ ഒത്തിരി ഉപ്പ് കമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇറച്ചി നമ്മൾ ബാക്കിയുള്ള ഇറച്ചി കറിയാക്കാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടത് എന്താ പറയുക, പഴന്ന് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടുകയാണ്. കാണിച്ചു തരുന്നു. അതിൻ്റെ ഒരു ഗ്രേവിൻ്റെ പരുവം കാണിച്ചു തരാം. ഗ്രേവി നന്നായി ഗ്രേവി പോലെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചി ഇടുക. അപ്പോൾ ഇറച്ചി ഇതെങ്ങനെ തന്നെ ഇടുകയാണ്. എല്ലാം ഇടുക. അല്ലേ ഇറച്ചി ഒരു തരി വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വയ്ക്കുക. വേഗം ആവട്ടെ. ഇനിയിപ്പോൾ ഇതിന് വെള്ളം ഇറങ്ങി വേവും പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, സമയമായി. അപ്പം ഞാൻ കുക്കറിൻ്റെ മേലെ വിസിലടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ടാണ് മൂടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ആവിയൊക്കെ 4 പുറവും പോണു. അപ്പം ഞാൻ എന്താണ് ചെറിയ കുക്കറിൽ വെള്ളം നിറച്ചിട്ട് ഒരു വെയിറ്റ് പോലെ വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇറച്ചിക്കറി ആയിക്കൊണ്ടിരിക്കണു. അതും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി വേവട്ടെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചാറാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. രണ്ടും അടുപ്പിലിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് വെള്ളം പോലെ നിൽക്കുന്നുണ്ട് ഉള്ളിൽ.
അപ്പോൾ ഞാനെന്ത് കാട്ടാം, ഇതെങ്ങനെ എന്താ പറയുക, കുക്കറിനെ മൂടി വെച്ചിട്ട് അടച്ചു നോക്കട്ടെ. പിന്നെ എന്താ പറയുക, ഒരുവിധം ഇച്ചിരി അടിയിൽ ഇച്ചിരി വെള്ളം പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി വേവും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ മൂടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴാണ് അങ്ങനെ ചെയ്തത്. നോക്കാം നമുക്ക് ഫൈനൽ എന്താണെന്ന്. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ്. ആവി പറക്കണ ബിരിയാണി, ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ചോറ് വേണ്ട, ചോറും ഇറച്ചി സാലഡ്, അപ്പോൾ ഇത്തിരി കറി ചാറും ഇറച്ചീൻ്റെ പീസും കൂടിയിട്ടിട്ട് നല്ല ആവിയൊക്കെ പോണ്ട് കാണില്ല പൊടി പൊന്നോ സൂപ്പർ. അവിടെയൊക്കെ ഒരു ചെറിയ നല്ല കിട്ടി. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി നാടൻ ഇറച്ചിക്കറിയും നാടൻ ബിരിയാണി. ചില സമയത്ത് ഞാൻ എന്നെ തന്നെ നെട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പം അന്ന് വെച്ചതിനെക്കാട്ടിലും ഒരു പടി മേലെ നിൽക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ വീഡിയോ കാണിച്ച ടൈപ്പിലുള്ള ബിരിയാണി നാടൻ ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ, ബൈ ബൈ.